അല്ലെങ്കിൽ ആ ഒരു കല്ലിൻ്റെ മുകളിലൂടെ ഓടിച്ച് കയറ്റിയതും ഒക്കെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നലെ ഏതോ ഒരു മീഡിയ ഇതിനകത്ത് കറക്കി ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. മെക്കാനിക്കൽ എമ്പതി ഇല്ലാത്തതുകൊണ്ടാണത്. ഒരു മാജിക് കാണിക്കാം. തുറന്നില്ലേ? ഈ ഫ്രങ്ക് തുറക്കാൻ എളുപ്പമല്ല കേട്ടോ. ശരിക്കും ഒരു ഗാഡി അകത്ത് കയറി കാണാം. നല്ല വണ്ണം പുള്ളി ചെയ്താലേ തുറക്കുള്ളൂ. വയർലെസ് ചാർജിങ് പാഡാണ്. അതിന് കൂളിംഗ് ഫംഗ്ഷൻ കൂടിയുണ്ട്. അത് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് ചൈൽഡ് സീറ്റ് ഫ്രണ്ടിൽ വെക്കുമ്പോഴാണ്. ആക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്ലാറ്റ്ഫോം. നമസ്കാരം. ടാറ്റ മോട്ടോഴ്സാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ പയനിയർ. ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുമ്പോൾ BEV, ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ്. ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ആദ്യ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് നെക്സോൺ ആയിരുന്നു. നെക്സോൺ EV എന്ന് പറയുന്നത് ഒരു പെട്രോൾ കാറിനെ എങ്ങനെ ഇലക്ട്രിക് ആക്കാമെന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് നോക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ടിയാഗോയും സെയിം പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സെയിം ആ ഒരു പാറ്റേണിൽ വന്നു. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ള പഞ്ച് EV എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് തീർത്തും ഒരു ഇലക്ട്രിക് കാറാവാൻ വേണ്ടി ജനിച്ച വണ്ടിയാണ്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോ സ്വാഗതം. നമുക്ക് പഞ്ച് EV വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഓക്കെ പഞ്ച് EV ഇത് ഓൾറെഡി ഇവിടെ ഉള്ള പഞ്ചിൻ്റെ മുകളിൽ വേറൊരു മോട്ടറും ബാറ്ററിയും വെച്ച് കൊണ്ടുവന്ന് ഇലക്ട്രിക് ആണെന്ന് പറയാനല്ലേ തോന്നാം. അങ്ങനെയല്ല, രൂപത്തിൽ മാത്രമേ ഇതിന് പഞ്ചിനോട് സാമ്യമുള്ളൂ. അങ്ങനെ പറയുമ്പോൾ പുതിയ പ്ലാറ്റ്ഫോമും പുതിയ കാര്യങ്ങളും പുതിയ ടെക്നോളജിയുമായിട്ട് വന്നിട്ടുള്ള ഈ പഞ്ച് EV എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തനായ ഒരു വണ്ടിയാണ്. 315 കിലോമീറ്റർ മീഡിയം റേഞ്ച്, 421 കിലോമീറ്റർ ലോങ് റേഞ്ച്, അങ്ങനെ 2 ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു പവർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 25 കിലോ വാട്ട് 35 കിലോ വാട്ട് ആ ഒരു പവർ ഫിഗറുകൾ. ശരിക്കും ഈ വണ്ടിയുടെ ആ ഒരു രൂപത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. ഇപ്പോൾ ഇലക്ട്രിക് ആക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ആദ്യം എന്തായാലും വണ്ടി നടന്ന് കാണിക്കാം, എന്നിട്ട് ഈ ചേഞ്ചുകളൊക്കെ തന്നെ പറയാം. അതിനുശേഷം അകത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വണ്ടി റോട്ടിലേക്ക് ഓടിക്കാം. ഓടിക്കുമ്പോൾ ആ ഒരു ടെക്നോളജിയെക്കുറിച്ചും പ്ലാറ്റ്ഫോമിനെ കുറിച്ചും എല്ലാം തന്നെ പറയാം. പ്രൈസിങ്ങിലും പഞ്ച് EV വ്യത്യസ്തനാണ്. അതായത് നമ്മുടെ ഐസ്ഡ് പഞ്ചായത്ത് ഇപ്പോൾ 1099 മുതൽ 1499 വരെ എക്സ്ഷോറൂം പ്രൈസ്. ഓണോട് പറഞ്ഞാൽ കൊച്ചിയിൽ ഓണോട് പറഞ്ഞാൽ 12 ലക്ഷം മുതൽ 17 ലക്ഷം വരെ ആ ഒരു ഓൺ റോഡ് പ്രൈസ്. അങ്ങനെ വരുന്ന വിവിധ വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഫൺ ഫാക്ട് അല്ലെങ്കിൽ ഒരു കൗതുകം പറയാം. ഇതിന് ചാർജിങ് ടൈം ഇപ്പോൾ വീട്ടിൽ കുത്തിരാണെങ്കിൽ നമ്മൾ സാധാരണ 3.2 കിലോ വാട്ടിൽ കുത്തിരാണെങ്കിൽ ലോങ് റേഞ്ചിന് 13.5 അവേഴ്സ് വരും. ചെറിയ അതായത് മീഡിയം റേഞ്ചിന് 9.5 അവേഴ്സ് വരും. ഈ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തോ. ടോപ്പ് സ്പീഡ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 0 to 100 ടൈമിൽ നോക്കുന്ന സമയത്ത് ഇത് നേരെ ഉൾട്ടാവും. അതായത് ലോങ് റേഞ്ചിൻ്റെ ആ ഒരു 0 to 100 എന്ന് പറയുന്നത് 9.5 സെക്കൻഡാണ്. പക്ഷേ മീഡിയം റേഞ്ചിൻ്റെ അത് 13.5 സെക്കൻഡാണ്. തീർത്തും ഒരു കൗതുകം മാത്രമേ പറഞ്ഞാണ്. പിന്നെ പഞ്ച് EVക്ക് ശരിക്കും ഒരു കാഴ്ചയ്ക്ക് കൗതുകമുള്ളൊരു കാര്യം പറയേണ്ടതുണ്ട്. രൂപത്തിൽ ആദ്യം വന്നപ്പോൾ തന്നെയും ആ രൂപം നല്ലതായിരുന്നു. പിന്നെ ക്യാപ്പബിലിറ്റീസിൻ്റെ കാര്യം കൂടി ഇവർ ഈ ഒരു EVയിലും ശരിക്കും ഫോക്കസ് ചെയ്തു. ഒരു ട്രാക്കെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു അൾട്രാ വയലറ്റ് ഓടിച്ച ട്രാക്കിൽ ഇവരൊരു ലാപ്പ് തന്നു. അത് മാത്രമല്ലാണ്ട് ഒബ്സ്റ്റിക്കിൾസ് വാട്ടർ വെയ്ഡിങ് ശരിക്കും എക്സൈറ്റിംഗ് ആയിരുന്നു. 190 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ 350 mm ആ ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വണ്ടിക്കുണ്ട്. അതുമാത്രമല്ല ഡിപ്പിലേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ ആ ഒരു കല്ലിൻ്റെ മുകളിലൂടെ ഓടിച്ച് കയറ്റിയതും ഒക്കെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും ക്യാപ്പബിലിറ്റീസ് കാണിച്ചുകൊണ്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു പഞ്ചിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഐസ്ഡ് കാർ പോലെ. ശരിക്കും ഇതിൻ്റെ രൂപത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വന്ന പുതുതായി കണ്ട ആ ഡിസൈൻ പാറ്റേൺ അന്ന് തന്നെയാണ് പഞ്ചിലുള്ളത്. ഇപ്പോൾ വരകളാണെങ്കിലും അല്ലെങ്കിൽ കുരുകളാണെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ബമ്പറിലെ ലൈറ്റ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പഞ്ചിയുടെ പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് കണ്ടാൽ തോന്നുന്ന ഗ്രില്ലില്ലല്ലോ, പകരം ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ചാർജിങ് പോർട്ടാണ്. ടാറ്റ നെക്സോണുമായിട്ട് സാമ്യതകളുണ്ട് പഞ്ചിന്. അതിൽ ആദ്യ സാമ്യം എന്ന് പറയുന്നത് ആ ഒരു DRL ഇൻഡിക്കേറ്റർ കോമ്പിനേഷനാണ്. ഒരു വെൽക്കം സീക്വൻസും ഒരു ഗുഡ് ബൈ സീക്വൻസും ഉണ്ട്. മാത്രമല്ല ചാർജ് ചെയ്യുമ്പോഴേ ആ ഒരു പ്രോഗ്രസ് ആ ലൈറ്റിൽ കാണിക്കും. ഇനി നെക്സോൺ EVയിൽ കണ്ട ആ ഒരു കണക്ഷൻ ഹെഡ്ലൈറ്റിൽ നിന്ന് പോയിട്ട് അപ്പുറത്തെ ഹെഡ്ലൈറ്റ് വരെ പോകുന്ന ആ ഒരു ബ്ലാക്ക് ഇൻസെറ്റ് ഇവിടെ ഉണ്ട്. ഇത് ക്രിസ്റ്റൽ ആ ഒരു ഫോഗ് ലാമ്പാണ്. ഇവിടെ എയർ കട്ടൻ കൂടി ഉണ്ട്. ഈ ഒരു എയർ കട്ടൻ എന്ന് പറയുന്നത് വായു ടയറിലേക്ക് ആ ഒരു കൂൾ ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് കാണാം. പഞ്ചിന് താഴെ സ്കിപ്പ് പ്ലേറ്റ് കാണാം. സ്കിപ്പ് പ്ലേറ്റിന് മുകളിലും ആ ഒരു ലൈനുകളുണ്ട്. ആ ലൈനുകൾ നെക്സോണെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നെക്സോൺ EVക്കും അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾക്കും വിഭിന്നമായിട്ട് മുന്നിലാണ് ചാർജിങ് സോക്കറ്റ്. ഒരു മാജിക് കാണിക്കാം. തുറന്നില്ലേ? ഇലക്ട്രിക് ആണത്. ഇലക്ട്രിക്കിൽ ഓപ്പൺ ചെയ്യും. മാത്രമല്ല ഈ ഒരു ചാർജിങ് സോക്കറ്റിൻ്റെ കവറുകൾ കാണാം. ഇത് അത്യാവശ്യം നല്ല സോളിഡാണെന്ന് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞ് ഇവിടെ ആ ഒരു മെഷ് പാറ്റേൺ കൊടുത്തിട്ടേ ഒരാൾ ചാരി നിന്നാൽ പോലും പൊട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് അടയ്ക്കാനും തീർത്തും ഈസിയാണ്. ബോണറ്റ് കൂടി തുറക്കാം. ഈ ബോണറ്റ് തുറക്കുന്നത് 2 കാര്യങ്ങൾ കാണിക്കാനാണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ പഞ്ച് EVക്ക് ഒരു ഫ്രങ്ക് ഉണ്ട്. ഇപ്പോൾ ചാർജർ വെക്കാനൊക്കെ ആ ഒരു ഫ്രങ്ക് യൂസ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. ഈ ഫ്രങ്ക് തുറക്കാൻ എളുപ്പമല്ല കേട്ടോ. ശരിക്കും ഒരു ഗാഡി അകത്ത് കയറി കാണാം. നല്ല വണ്ണം പുള്ളി ചെയ്താലേ തുറക്കുള്ളൂ. മാക്സിമം 5 കിലോ 15 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ശരിക്കും ആ ഒരു മോട്ടറിൻ്റെ മുകളിലൊരു കവർ ഫിക്സ് ചെയ്ത പോലെ ഉള്ളൊരു സംഗതിയാണിത്. ഇത് ആക്സസറിയാണ്. ഇതിപ്പോൾ മോട്ടറൈസ്ഡ് ആണല്ലോ. പക്ഷേ സംഭവം അത് തുറന്നില്ലെങ്കിലോ എന്ത് ചെയ്യും? നമുക്കിവിടെ ഈ ഒരു
കേബിൾ വലിച്ച് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഫെയിൽ സേഫാണ്. ഇനി ഇവിടെ ആ ഒരു ബോണറ്റ് ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇലക്ട്രിക് കാറിന് ആവശ്യമില്ല, പക്ഷേ സ്റ്റിൽ പഞ്ചിന്ന് അത് എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പഞ്ച് അല്ലെങ്കിൽ ഓൾട്രോസ് 90 ഡിഗ്രി ഡോർസിൻ്റെ കാര്യത്തിൽ പ്രസിദ്ധമാണല്ലോ. ശരിക്കും കയറാനും ഇറങ്ങാനൊന്നും തീർത്തും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് കാര്യമായിട്ട് പറയണം. പിന്നെ പിന്നിൽ ഡിസ്ക് ബ്രേക്ക് വന്നു. ഈ ഒരു മോഡലിന് അലോയ് വീലുണ്ട്. ടെയിൽ ലാമ്പൊക്കെ ആ ഒരു പഞ്ചിൻ്റെ ടെയിൽ ലാമ്പിനാണ്, മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. എനിക്ക് തോന്നുന്നു മാറ്റങ്ങൾ വരാത്ത ഒരു ലൈറ്റ് എലമെൻ്റ് ഉള്ളത് ടെയിൽ ലാമ്പാണ്. പിന്നെ ഇവിടെ ആ ഒരു .EV എന്നുള്ള ആ ഒരു ബാഡ്ജ് കാണാം. അങ്ങനെ പറയുമ്പോൾ പഞ്ചിൻ്റെ പേര് എന്ന് പറയുന്നത് പഞ്ച് .EV എന്നാണ്. നമ്മൾ നെക്സോൺ .EV എന്നും ടിയാഗോ .EV എന്നും പറയുന്ന പോലെ 360 ക്യാമറ വന്നിട്ടുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റൂഫ് റെയിലൊക്കെ ഇപ്പോഴും കാണാം. ആ ഒരു 17 ലക്ഷം ഓൺ റോഡ് പറഞ്ഞില്ലേ, ആ ഒരു മോഡലിന് സൺറൂഫ് കൂടിയുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റ ഉണ്ട്. കുറഞ്ഞ മോഡലിന് ആൻറ്റൻ ഷാർക്ക് ഫിൻ അല്ല, സാധാ ആൻറ്റനാണെന്നുള്ളതാണ്. വശങ്ങളിൽ ടിയാഗോ EV വാങ്ങിയ ആൾക്കാർക്ക് പഞ്ച് EV വാങ്ങാമായിരുന്നു തോന്നാൻ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു അലോയ് വീൽ ഡിസൈനും ഡിസ്ക് ബ്രേക്കൊക്കെ തന്നെയാണ്. ഇതാണ് ആ ഒരു പിൻ വീല്. ഇവിടെ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അതായത് പഞ്ച് EV ആയപ്പോൾ പഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ഫ്യൂൽ ഇഡൊക്കെ തീർത്തും കൺസീൽ ചെയ്തിട്ട് പുതിയ ഒരു പീസാണ് അവിടെ വെച്ചത്. സാധാരണ വണ്ടികൾ ഇപ്പോൾ നമ്മൾ സിട്രോൺ പോലുള്ള വണ്ടികൾ കണ്ടാൽ നമുക്കറിയാം അവിടെ ആ ഒരു ഫ്യൂൽ ഇഡ് ആയിരുന്നു എന്നുള്ളത് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാവുന്നതാണ്. ഇതിനതില്ല. പഞ്ചിൻ്റെ പിൻവശമാണ് തീർത്തും ഒരു വ്യത്യസ്തമല്ലാത്തതെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു വലിയ ലൈറ്റ് ബാർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു VP ഡിസൈനായിട്ടുള്ള മാർട്ടിനുമായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ബാക്കിൽ ആ ഒരു ലൈറ്റ് മാറ്റിയിട്ട് പുതുതായിട്ടൊരു ലൈറ്റ് വെക്കാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യമുണ്ട്, മുൻവശത്ത് ഈസിയാണ് റിലേറ്റീവ്ലി, കാരണം ഹെഡ് ലാമ്പുകളുടെ കണക്ഷൻ അല്ല ആ ഒരു ലാമ്പ് എന്ന് പറയുന്നത്, മുകളിലായിട്ടാണ്. പക്ഷേ ഇവിടെ ടെയിൽ ലാമ്പിൻ്റെ കണക്ഷനായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഷെല്ലിൽ മാറ്റം വരുത്തണം, ബോഡി ചേഞ്ച് ചെയ്യണം. അപ്പോൾ കോസ്റ്റിൽ നിൽക്കില്ല, അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ട് സ്വതവേ നല്ല ഭംഗിയുള്ള പഞ്ചിൻ്റെ ബാക്ക് അങ്ങനെ തന്നെ ആക്കിയെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, എഗ്രി വിത്ത് ദാറ്റ്. ടെയിൽ ലാമ്പിന് അഭംഗിയൊന്നും പറയാനില്ല, സാധാരണ ടെയിൽ ലാമ്പാണ്. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് പോലെ ഉള്ളൊരു ലൈനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു സോണറ്റ് കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ കണ്ട പോലെ അല്ല എന്നുള്ളൂ. 5 EV എന്നുള്ള ലെറ്ററിങ് ശരിക്കും ബ്ലാക്കിലാണ്. ആ ഒരു മുന്നിലെ സ്കിഡ് പ്ലേറ്റ് പോലെ പിന്നിലും ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക് കാണാം, വശങ്ങളിൽ റിഫ്ലക്ടർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ബൂട്ടിനകത്ത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും തന്നില്ല. അതായത് 5 EV ആയപ്പോൾ സ്പേസ് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രവുമല്ല സ്പെയർ വീൽ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബൂട്ടിന് താഴെയുള്ളത് ഒരു ഓർഗനൈസറാണ്, ജാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളുണ്ട്. ഇതാണ് ചാർജർ എന്ന് പറയുന്നത്. മാത്രമല്ല ലോഡിൽ ഇപ്പോൾ തീർത്തും ഹൈ ആണ്, അത് പഞ്ചിൻ്റെ കാര്യത്തിൽ പറയണം, എടുത്ത് വെച്ച് പൊക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ആ ഒരു പഞ്ചർ കിറ്റ് എന്നുള്ളതാണ്, അത് ബെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 EVയുടെ പാർഷ്യൽ ഷെൽഫ് എന്ന് പറയുന്നത് തീർത്തും ഫ്ലിംസി ആട്ടോ, ഒരു ബലമൊന്നും ഫീൽ ചെയ്യുന്നില്ല, തീർത്തും ഒരു ഫ്ലിംസി ആയിട്ട് തോന്നി. സ്പ്ലിറ്റ് ഇല്ലാത്ത സീറ്റാണെന്നുള്ളതും ഒരു പോരായ്മയായിട്ട് പറയാം. പിന്നെ 3 സീറ്റ് ബെൽറ്റുകൾ കൊടുത്തെങ്കിലും 3 ഹെഡ് റെസ്റ്റ് ഒന്നും കാണാനില്ല. മാരുതി സുസുക്കി കണ്ട പോലെ ബാക്കിലെ സീറ്റിൻ്റെ ബെൽറ്റിന് ലോഡ് സെൻസിങ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡീഫോഗറിൻ്റെ വയർ തീർത്തും നന്നായി തന്നെ കൺസീൽ ചെയ്തിട്ടുണ്ട്, മഹീന്ദ്രകളെ പോലെയല്ല. കൂടാതെ ബാക്ക് ലൈറ്റിൻ്റെ ആ ഒരു കവറും അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിച്ചു. ഇവിടുത്തെ ഉള്ള ആ ഒരു കവറിന് ആ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണെന്നുള്ളതാണ്. ഒരു ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്, ഇത് പഞ്ചിലുള്ളതാണ്, ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ടാറ്റ പഞ്ച് EV ആയപ്പോൾ നെക്സോണിൽ നിന്ന് ഒരുപാട് സംഗതികൾ കടം കൊണ്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു AC പാനൽ, സ്റ്റിയറിങ്, ഈ സ്ക്രീൻ അല്ലെങ്കിൽ മീറ്റർ ക്ലസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി മോഡേൺ ആയിട്ടുണ്ട് പഞ്ച്, സംശയമൊന്നുമില്ല. ആ മോഡേൺ ആവാനായിട്ട് കുറച്ചുകൂടി എന്താ പറയുക കൂടിയ വണ്ടിയായിട്ടുള്ള നെക്സോൺ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ ഈ സ്റ്റിയറിംഗ് വീല് നെക്സോൺ EV നിന്ന് കടം കൊണ്ടതാണ്. ടാറ്റയുടെ ആ ലോഗോ ഉള്ള ആ ഒരു ഗ്ലാസ് പാനലുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ക്രൂസ് കൺട്രോൾ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത്. ഇതിന് ടിൽറ്റ് മാത്രമുള്ള റീച്ചില്ല. ഇവിടെ നടുവിൽ AC വെൻ്റ് അടച്ചു വെച്ച് കണ്ടോ, ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അതിന് പകരം ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ അല്ല കേട്ടോ, അത് ബ്ലാങ്ക് ആണെന്ന് കണ്ടറിയാം. ഇനി ഇവിടെ കൊടുത്ത ഈ ഒരു പീസിന് 3D പ്രിൻറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് പോലുള്ള ഫീൽ ഉണ്ട്. ഇവിടെ ആ ഒരു ഡാഷ്ബോർഡിന് ഇത്തിരി സ്ക്രാച്ച് മാഗ്നറ്റാന്ന് തോന്നി, കാരണം അവിടെ കുറച്ച് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പഞ്ചിലുള്ള കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. ഈ AC പാനൽ ടാറ്റ നെക്സോൺ നിന്ന് കടം കൊണ്ടതാണ്. ഇപ്പോൾ ഇത് ഓഫായ ആ ഒരു സ്റ്റേറ്റിൽ ശരിക്കും ഫ്രണ്ടിലെ ചാർജിങ് ആ ഒരു പാനൽ ഓൺ ആക്കാനുള്ള അല്ലെങ്കിൽ തുറക്കാനുള്ള ആ ഒരു ബട്ടണും ചാർജർ ഊരാനുള്ള ബട്ടണും ഹസാർഡ് ലൈറ്റും ബൂട്ട് ഓപ്പണിങ്ങും ലോക്കും ഈ ബട്ടൺസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബട്ടണുകൾ വന്നു, ഒരുപാട് ഓപ്ഷൻസായി. പക്ഷേ ഓഫ് ചെയ്താൽ വളരെ മിനിമൽ ഓപ്ഷൻസ് ആയിരിക്കും. ഇത് ഓട്ടോ AC ആണ്, സിംഗിൾ സോൺ AC ആണ്. ഇതിനകത്ത് എക്സ്പ്രസ് കൂളിംഗ് കണ്ടില്ല, പകരം ആ ഒരു ഓട്ടോ എന്നുള്ള ബട്ടൺ മാത്രമേ ഉള്ളൂ. ശരിക്കും ഭംഗിയുള്ള ഒരു പാനൽ തന്നെ കേട്ടോ, പറയേണ്ടതുണ്ട്. ഇനി താഴെ 3 ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. 3 ചാർജിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ C പോർട്ട് ഉണ്ട്, USB ഉണ്ട്, 12 ഓട്ടോ സോക്കറ്റ് ഉണ്ട്. താഴെ കാണുന്ന 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് പാഡാണ്, അതിന് കൂളിംഗ് ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇനി അവിടെ ഒരു ചെറിയ ലൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡാക്കി കഴിയുമ്പോൾ അത് റെഡ് ആവും, സിറ്റി മോഡിന് അത് ബ്ലൂ ആയിട്ട് മാറും, ഈക്കോ ആണെങ്കിൽ അത് ഗ്രീൻ ആയിട്ട് മാറും. ആ ഫുഡ് പാനലിലും ഇവിടെയും ഈ ഒരു ഫുഡ് പാനലിലും ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഫുഡ് വെല്ലിലും ശരിക്കും ഭംഗിയുള്ള ഒരു കാര്യമാണ്. ഇനി ഇവിടെ കീ ഫോബിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇത്
ഓട്ടോ ഹോൾഡാണ് ഇത്, ആ ഒരു പാർക്കിംഗ് ബ്രേക്കാണ് ഇലക്ട്രിക്. ഇവിടെ സ്പോർട്ട് ഈക്കോ മോഡുകളുടെ സ്വിച്ച് കാണാം. ഈ ഒരു ജോവൽ ആയിട്ടുള്ള ഈ ഒരു നോബ് എന്ന് പറയുന്നത് നെക്സോണിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇന്നലെ ഏതൊരു മീഡിയ ഇതിനകത്ത് കറക്കി ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടു. മെക്കാനിക്കൽ എമ്പതി ഇല്ലാത്തതുകൊണ്ടാണത്. വളരെ നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഒരിത്തിരി സമയമെടുക്കും, കാരണം ഒരിത്തിരി ഡിലേ ഉണ്ട് ആ ഒരു ഷിഫ്റ്റിന് എന്നുള്ളതാണ്. ഈ ഒരു സ്ക്രീൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ലോവർ എൻഡിൽ സാധാരണ പഞ്ച് കണ്ട സ്ക്രീൻ തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷൻസിനും പോകേണ്ട കാര്യമില്ല. നെക്സോൺ EVയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. AC പാനൽ അല്ലെങ്കിൽ ആ ഒരു വിഡ്ജറ്റുകൾ കാണാം. കൂടാതെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണെന്നുള്ള കാര്യമുണ്ട്. ഇനി ഇവിടെ Arcade EV എന്ന് പറഞ്ഞുള്ള ആ ഒരു ആപ്പും കാര്യങ്ങളും കാണാം. നമുക്ക് BB റേസിംഗ് എല്ലാം, ബഗ്ഗി റേസിംഗ് എല്ലാം ചെയ്യാം. ഞാൻ ഒരു റീല് തന്നെ ശരിക്കും നെക്സോൺ EVയിൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് JBLൻ്റെ ആ ഒരു സൗണ്ട് മോഡുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ കാണാനുള്ളതാണ്. തീർത്തും നല്ല സൗണ്ട് ക്വാളിറ്റി കൂടി പഞ്ചിനുണ്ട്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. അത്യാവശ്യം റെസ്പോൺസീവായിട്ടുള്ള, അത്യാവശ്യം ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. കൂടാതെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. മൂഡിലായിട്ട് നമുക്കിവിടെ മാറ്റാം. അത് പാട്ടിനോ അല്ലെങ്കിൽ ആ കളറോ സെലക്ട് ചെയ്യാൻ പറ്റും. അതും ആ താഴെയാണ് കാണുക. അപ്പോൾ നമ്മൾ മൂഡ് വെച്ചിരുന്നത് മോഡുകളാണ്. സിങ്ക് വിത്ത് ഡ്രൈവ് മോഡ് ചേഞ്ചസ് ആണ്. ഈ മീറ്റർ ക്ലസ്റ്റർ നമ്മൾ നെക്സോണിൽ കണ്ടിട്ട് ശരിക്കും ഡിജിറ്റലാണത്. ഇതും ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഒരു കാര്യമാണ്. ഇതിനകത്തൂടെ നമുക്ക് ടോഗിൾ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. EV ആയതുകൊണ്ട് തന്നെ ഒരു എനർജി അനലറ്റിക്സും മീഡിയ ഒക്കെ തന്നെ കാണാം. മാപ്പ് നടുവിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, നോക്കേണ്ടതുണ്ട്. നമ്മളവിടെ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഒരു നാവിഗേഷൻ സെറ്റിയുണ്ട്. ഞാനൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ മാപ്പ് കാണാൻ പറ്റുന്നുള്ളതാണ്. തീർത്തും ഭംഗിയുണ്ടത്. ആ മാപ്പും ആ ഒരു നാവിഗേഷൻ്റെ ഡിസ്പ്ലേയും തീർത്തും മനോഹരമാണെന്ന് തന്നെ പറയാം. നല്ല കാര്യമായിട്ട് കാണാം. കാരണം നമുക്ക് ഡ്രൈവറുടെ കണ്ണ് ആ ഒരു സ്ക്രീനിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല, എല്ലാം കാണാനായിട്ട്. പിന്നെ ഇതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. അപ്പോൾ ടെയിൽ ലേസിൻ്റെ ഒരു ബഹളം കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ എന്നുള്ളതാണ്. നെക്സോണിൽ കണ്ട അതേ ക്ലസ്റ്റർ. ഇനി സ്ക്രീനിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐറ കണക്ടിവിറ്റിയാണ്. കൂടാതെ വോയിസ് കമാൻഡ്സും. ഞാൻ ജസ്റ്റ് ഒന്ന് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറയാം. സാധാരണ വേണമല്ലോ. അങ്ങനെ പറയുമ്പോൾ ഹേ ടാറ്റ, സൺറൂഫ് കോലോ, സൺറൂഫ് കോലിലേക്ക് തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു പഞ്ച് EVയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിൽ പുതുമയുണ്ട് ടാറ്റ പഞ്ചിൻ്റെ EVയിൽ പഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സ്റ്റിൽ പിന്നിലെ ഒരു ചാർജിങ് സോക്കറ്റോ റിയർ AC വെൻ്റോ ഇല്ലാന്നുള്ളത് ഒരിത്തിരി മോശമായ കാര്യമാണ്. അതുപോലെ 6 എയർ ബാഗുകളുടെ കൂടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഈ 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതൊക്കെ ശരിക്കും ഒരു പോരായ്മയായിട്ട് പറഞ്ഞില്ല. സ്റ്റിൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ഫീലിംഗ് ആണ്. പിന്നെ പുതിയ പ്ലാറ്റ്ഫോമാണല്ലോ പഞ്ചിൻ്റെ EV, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റാണ് ഫ്ലോറ്. ഈ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഇൻറ്റഗ്രേഷൻ തീർത്തും നല്ല കാര്യമായിട്ട് തോന്നി. നെക്സോണിനേക്കാളും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത പോലെ തോന്നി ഈ ഒരു പാനലിൽ ഇത് വന്നപ്പോൾ. ഇവിടെ ആ ഒരു വെന്റിലേഷൻ്റെ ആ ഒരു ഹോളുകൾ കണ്ടില്ലേ, ഇത് നല്ല മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്. ആംറസ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഐറ കണക്ടിവിറ്റി ഉണ്ട് ടാറ്റ ഡെസർട്ട് കണക്ട് ആപ്പ് വെച്ചിട്ട്. അതിൻ്റെ ഒരു മൊഡ്യൂൾ നമുക്ക് സീറ്റിൻ്റെ അടിയിൽ കാണാം. വയറുകളൊക്കെ വിസിബിളാണ്. ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ അല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റിൻ്റെ എല്ലാ വയറുകളും വിസിബിളാണ്. സ്റ്റിൽ ഈ സംഗതികൾ കാണാം എന്നുള്ളത് പറഞ്ഞു എന്നുള്ളൂ. ഈ ഒരു കീ ഹോൾ കണ്ടോ? ഈ കീ ഹോളിൽ നമുക്ക് ആ ഒരു പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു സെനാരിയോ എന്ന് പറയുന്നത് ചൈൽഡ് സീറ്റ് ഫ്രണ്ടിൽ വെക്കുമ്പോഴാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് EV ഓടിക്കുകയാണ്. ശരിക്കും പഞ്ച് EV ഓടിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ഡിസൈൻ VP ആയിട്ടും അതുപോലെ ടെക്നിക്കൽ ഹെഡുമായിട്ടും ഒരു ഡിസ്കഷനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച 2-3 കാര്യങ്ങളിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആദ്യം തോന്നുന്നുണ്ട്. എന്നോട് വണ്ടി ഓടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ആക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്ലാറ്റ്ഫോം, അതിൽ എന്താണ് ആൽഫ ആർക്കിടെക്റ്റുമായിട്ടുള്ള വ്യത്യാസം, രണ്ടാണോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ആയിട്ട് പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ആൽഫ ആർക്കിടെക്ചറും ആക്റ്റീവും രണ്ടാണെന്നുള്ളതാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ act.ev. ശരിക്കും ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ ടോപ്പ് ഹെഡ് എന്നാണ് ആൽഫ ആർക്കിടെക്ചറിലുള്ള ആ ഒരു പഞ്ചിൻ്റെ മോൾ ഭാഗത്ത് വിശേഷിപ്പിക്കുന്നത്. താഴത്തെ പ്ലാറ്റ്ഫോം ആണല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ബാറ്ററികൾ, ബ്ലേഡ് ബാറ്ററി അതുപോലുള്ള ബാറ്ററികളൊക്കെ തന്നെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണം പര്യാപ്തമാണത്രേ. എന്ന് വെച്ചാൽ ലെഗോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവർ പറഞ്ഞത്. ലെഗോ പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അടക്കി വെക്കാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതുപോലെ ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് അങ്ങനെയുള്ള കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതൊക്കെ തന്നെയും ഇതിൻ്റെ ഗുണമാണത്രേ. അപ്പോൾ അതൊക്കെ ശരിക്കും പുതിയ ഒരു EVക്ക് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോമായി വന്നപ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള EVകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ടിയാഗോ ഒക്കെ പിൻവലിക്കാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. ഞാൻ പൊതുവെ പറഞ്ഞാണ് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത്രയും പ്രത്യേകതകളുള്ള പഞ്ച് വന്നപ്പോൾ പഞ്ചിനെ ശരിക്കും ഒരു നല്ല EV ആയിട്ട് കാണാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും മികച്ച EV ആണ് പഞ്ച് എന്ന് പറഞ്ഞാലും അതിശയോക്തി ഒന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ നമ്പേഴ്സ് അല്ല ഞാൻ പറയുന്നത്. 122 HP പവറുള്ള
ലോങ് റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് 140 കിലോമീറ്ററിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഫാസ്റ്റാണ്. 9.5 സെക്കൻഡ്സിൽ 0 to 100 ഇൻ സ്പോർട്ട് മോഡ്. ഫോർ എക്സാമ്പിൾ കലോടക്കാം. പറന്ന് കയറി പോകുന്നു എന്നൊക്കെ പറഞ്ഞാലേ അതിന് ഒരിത്തിരി അതിശയോക്തിയൊന്നുമില്ല. ശരിക്കും പാഞ്ഞു കയറി പോകുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു പഞ്ച് EV എന്നുള്ളതാണ്. ഇപ്പോൾ 140 കിലോമീറ്റർ എന്ന് പറഞ്ഞ സ്പീഡിൽ ഇത് ലിമിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അത് ലിമിറ്റ് ചെയ്യാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. റേഞ്ച് എന്ന് പറയുന്നത് 421 കിലോമീറ്റർ ആണ് ഈ ഒരു മോഡലിൽ. പക്ഷേ മീഡിയം റേഞ്ച് ആകുമ്പോൾ അത് കുറയും, 315 കിലോമീറ്റർ ആയിട്ട് മാറും. ശരിക്കും 421 കിലോമീറ്ററിൽ ഈ ഒരു വണ്ടി ഒരു 350 റിയൽ ലൈഫിൽ കിട്ടിയാലും ശരിക്കും നല്ല പ്രോമിസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും നമ്മുടെ ആ ഒരു ഡെയിലി ഡ്രൈവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്ന് മാത്രമല്ല, നമുക്കൊരിത്തിരി ലോങ് ഡ്രൈവ് ഒക്കെ പറ്റുന്ന ഒരു കാര്യത്തിൽ കൂടി ഈ ഒരു പഞ്ച് EV പറ്റുമെന്നുള്ള കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു മീഡിയം റേഞ്ച് തന്നെ ആണ് ഇത്തിരി കൂടി റീസണബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം വില എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ 6.25 ലക്ഷം രൂപയോളമാണ് ശരിക്കും പഞ്ചിൻ്റെ ഐസ് കാറിൻ്റെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ്. ഇതിന് 12 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്, 10.99 ആണ് എക്സ്ഷോറൂം. ഇപ്പോൾ പവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 122 എന്ന് പറയുന്ന ആ ഒരു ഹോഴ്സ് പവർ വരുമ്പോൾ ഓക്കെ അത് ഗുണമായിട്ട് തോന്നാം. പക്ഷേ ലോ റേഞ്ചിന് അത്രയും പവറില്ല. അതുകൊണ്ട് വലിയ റീസണബിൾ ആണോ എന്ന് വെച്ചാൽ ഒത്തിരി ഓവർ പ്രൈസ്ഡ് പോലെ തന്നെയാണ് പഞ്ച് EV. ഇനി 35 കിലോ വാട്ട് 25 കിലോ വാട്ട് ബാറ്ററി പാക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ റിസീവിങ് പവർ കൂടുതലാണ് അല്ലെങ്കിൽ റിസീവിങ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസീവിങ് കപ്പാസിറ്റി കൂടുതലാക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിക്ക് ടിയാഗോ പോലെ അല്ലെങ്കിൽ നെക്സോൺ പോലെ ആ ഒരു റിസീവിങ് കപ്പാസിറ്റിയാണ് 25-ന് ഏകദേശം 25 കിലോ വാട്ട് അവറും അല്ലെങ്കിൽ ആ ഒരു 35 കിലോ വാട്ട് അവറിന് 35 കിലോ വാട്ട് പെർ അവറും എന്നുള്ള ആ ഒരു കണക്കിലാണ് ഇതിൻ്റെ റിസീവിങ് കപ്പാസിറ്റി എന്നുള്ളതാണ്. ഗോകാർട്ടിൻ്റെ ട്രാക്കിൽ നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കാൻ കിട്ടിയപ്പോൾ തോന്നിയ ഫീൽ എന്ന് പറയുന്നത് അത്യാവശ്യം ക്യാപ്പബിൾ ആണ്, അത്യാവശ്യം നല്ല ആ ഒരു ടാക്കബിൾ ആണ്, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ തീർത്തും നല്ല ഫീലൊക്കെ തരുന്നുണ്ട്. പക്ഷേ വണ്ടി എടുക്കുമ്പോഴേ ആ ഒരു ഇനീഷ്യൽ നമ്മൾ കാലോടുത്ത് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷൻ സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സോൺ അത് പണ്ട് നെർവസ്നെസ് ആയിരുന്നു, ഇതിനൊരു ചെറിയ വൈബ്രേഷനാണ്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യമായിട്ട് കണ്ടു. ബ്രേക്സ് 4 വീലും ഡിസ്ക് ആണെങ്കിലും പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ചവിട്ടുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്, ഗുണമാണത്. അപ്പോൾ മൊത്തത്തിൽ പുതിയ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുള്ള പുതിയ EV ആയിട്ടുള്ള പഞ്ച് EV എന്ന് പറയുന്നത് ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു അടുത്ത ചുവടുവെപ്പാണ് എന്ന് തന്നെ പറഞ്ഞാലും അതിശയോക്തിയില്ല. കാരണം അതിന് മാത്രമുള്ള മാറ്റങ്ങളും അതിന് മാത്രമുള്ള സവിശേഷതകളും ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു EV മേടിക്കാൻ പോകുന്ന ആൾക്ക് ഒരു പെട്രോൾ കാറിൻ്റെ ഒരു EV വേഷം വേണ്ട, ഒരു EV ആയിട്ടുള്ള കാർ തന്നെ വേണമെന്നാണ് മനസ്സിലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പഞ്ച് നല്ല ഓപ്ഷനാണ്. ഫാസ്റ്റാണ്, ഫണ്ണാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതാണ് ഇതിന് പറയാനുള്ളത്. ശരിക്കും ഹാൻഡ്ലിങ്ങിലും ഈ ഒരു റൈഡ് ക്വാളിറ്റിയുള്ള മികവ് തന്നെ കേട്ടോ പഞ്ചിൻ്റെ യൂണീക്ക് സെല്ലിംഗ് പോയിന്റ്. അത് തന്നെയാണ് അവർ ആ ട്രാക്കിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചതും. അത്യാവശ്യം നല്ല ആ ഒരു ഹാൻഡ്ലിങ്ങും അത്യാവശ്യം നല്ല ആ ഒരു റൈഡ് ക്വാളിറ്റിയും. ദെൻ 140 കിലോമീറ്റർ എന്ന് പറയുന്ന ടോപ്പ് സ്പീഡും കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.